ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുട്ട ചിക്കി പൊരിച്ചത്, കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് പിച്ചി എടുത്ത് വെച്ചാണ്, പിന്നെ വേവിച്ച റൈസ്. ഇതിനായിട്ട് നമുക്ക് ഒരു ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ട് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഇടുന്നത്. ചൂടായ ശേഷം അതിലോട്ട് വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് ഒപ്പം തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചക്കറികളെല്ലാം കുഞ്ഞു കുഞ്ഞാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിയാം. ഞാനിവിടെ ചെറുതാക്കിയാണ് എടുത്തിരിക്കുന്നത് ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ഇത്തരം ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പച്ചക്കറിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ നേരത്തെ ആഡ് ചെയ്തത്. ഇനി ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 3-4 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയെല്ലാം മിക്സിങ് പരിപാടിയാണ്. ഇനി റൈസ് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, ചിക്കൻ ഇവയെല്ലാം കൂടെ ഇട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ള പരിപാടി. ഇനി ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.